عصيت والذنب كبير وإني في حزني أسير مقيد بذنبي يا رب فهل تستحق يا إلهي عفو جبال مقر بالذنوب يا إلهي ശുഭ ശുഭ സുമമേ താരമേ താരമേ ഔദാര്യമേ സമ്പൂർണമേ സബ താരമേ ഇരുലോകനാഥമേ ചന്ദ്രമേ ചന്ദ്രബന്ധമേ സ്വർഗരാജാവേ ബസ്രിക രാജാ അശ്രിസ് രാജാ മേഘപോ بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم تعالوا يستغفر لكم رسول الله لووا رؤوسهم ورأيتهم يصدون وهم مستكبرون صدق الله مولانا العلي العظيم وقال النبي صلى الله عليه وسلم ستفترق أمتي على 73 ملة كلهم في النار إلا ملة واحدة صدق رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ആദരണീയരായ സാദാത്തുക്കൾ ബഹുമാന്യരായ പണ്ഡിതന്മാരും സ്നേഹമുള്ള രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സഹോദരന്മാരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ വിശ്വാസ കർമ്മ പരിപാടികൾ ചർച്ച ചെയ്യാനും പഠിക്കാനും വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുപോലെയുള്ള നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ സുഹൃത്തുക്കളുടെയും സമാനമായ പ്രതിഫലങ്ങൾ നാം ദുആ കൊണ്ട് കടപ്പെട്ടവരായി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു തആല അത് എത്തിച്ച് അവരെയും നമ്മെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പരലക്ഷം വരുന്ന പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് പ്രബോധനം ചെയ്യപ്പെട്ടതും അന്തിമ വഹീ വാഹകരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ആ പൂർത്തീകരിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ പിന്നീട് അവിടത്തെ അനുചരന്മാരും ശിഷ്യന്മാരുമായ ആളുകളിലൂടെ ലോകത്ത് ആകമാനം വ്യാപിക്കുകയും ലോകം
അത് സ്വീകരിക്കുകയും ചെയ്തു എന്നത് ഇസ്ലാമിക ചരിത്രം വായിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വരികയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഇസ്ലാമിക പ്രബോധനത്തിന്റെയും ഇസ്ലാമിക വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും അടിത്തറയും ആണിക്കല്ലുമായി നമ്മളൊക്കെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പരിശുദ്ധമായ കലിമത്തു തൗഹീദ്. ആ കലിമത്തു തൗഹീദിലേക്ക് പ്രബോധിത സമൂഹത്തെ ക്ഷണിക്കുകയും പ്രബോധിത സമൂഹത്തിന്റെ മുന്നിൽ ആ കലിമത്തു തൗഹീദ് അല്ലാഹുവിന്റെ ഹബീബ് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ ഒരു വിഭാഗം ആളുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി സ്വീകരിക്കുവാനും വിശ്വസിക്കുവാനും അല്ലാഹുവിന്റെ ഹബീബിനെ 100% അന്ധമായി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ആ ഹബീബ് വിളിച്ചു പറഞ്ഞ മഹത്തായ തൗഹീദിന്റെ കലിമയെ നെഞ്ചിലേറ്റെടുക്കുവാൻ ഒരു വിഭാഗം മുന്നോട്ട് വരികയും സന്നദ്ധമാവുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വിഭാഗം പരിശുദ്ധമായ ഇസ്ലാമിക സന്ദേശങ്ങളെ പരിപൂർണമായി നിരാകരിക്കുകയും പരിപൂർണമായി നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് തങ്ങളാചരിക്കുകയും അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചു പറഞ്ഞ മഹത്തായ തൗഹീദിനെ തള്ളിക്കളയാനും ആ തൗഹീദിനെ നിഷേധിക്കുവാനും നിരാകരിക്കുവാനും ഒരു വലിയ വിഭാഗം സന്നദ്ധമായി. ഇങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തൗഹീദി പ്രബോധനം ആ പ്രബോധിത സമൂഹത്തിന്റെ ഇടയിൽ ഈ രണ്ട് രൂപത്തിലുള്ള അനുരണനങ്ങൾ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കൂടുതലായി ആ ജനസമൂഹത്തോട് പരിശുദ്ധമായ ഇസ്ലാമിക പ്രബോധനങ്ങളെ വിളിച്ചു പറയാനും വിശദീകരിക്കുവാനും വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ഒരു വേള മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയതും മദീനയുടെ തെരുവീഥികൾ ഇസ്ലാമിക പ്രബോധനത്തിന്റെ വളക്കൂറുള്ള മണ്ണാവുകയും ചെയ്തത് ആ മദീന നിവാസികൾ ഒന്നടങ്കം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനം വളർച്ച നേടുകയും മുസ്ലിം സമുദായം വ്യാപിക്കുകയും വൈപുല്യമാവുകയും ചെയ്യുമ്പോൾ ആ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൂടെയുള്ള മുഴുവൻ ആളുകളും കൂടെയുള്ള അനുയായികളും അല്ലാഹുവിന്റെ ഹബീബിന്റെ തൗഹീദി സന്ദേശത്തിലേക്ക് കടന്നുപോയപ്പോൾ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കലല്ലാതെ ആ അനുയായികളെല്ലാം കടന്നുപോയ ഇടങ്ങളിലേക്ക് കടന്നുപോയി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുവാൻ സമൂഹത്തിൽ ആബാലവൃത്തം വരുന്ന ജനങ്ങൾ സന്നദ്ധമാവുകയും ആ ജനസമൂഹത്തിന്റെ ഒഴുക്ക് ചില പ്രമാണിമാരുടെയും നേതാക്കളുടെയും നേതൃത്വം നഷ്ടപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഇനി തങ്ങൾക്ക് നിലനിൽക്കുന്ന അവശേഷിക്കുന്ന സ്വാധീനം തിരിച്ചു പിടിക്കണമെങ്കിൽ ആ സ്വാധീനം തങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ അനുയായികളെല്ലാവരും കൂടിയതുപോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ കൂടണമെന്ന് മനസ്സിലാക്കി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും ചില ആളുകൾ ബാഹ്യമായി സന്നദ്ധമാവുകയുണ്ടായി. മനസ്സിൽ അല്ലാഹുവിന്റെ ഹബീബിനെ അംഗീകരിക്കാതെ കർമ്മപരമായും വിശ്വാസപരമായും വിശുദ്ധ ഇസ്ലാമിന്റെ വഴികളിലേക്ക് കടന്നു വരാതെ
ബാഹ്യമായി മാത്രം ഇസ്ലാമിനെ പുൽകുവാനും ഇസ്ലാമികമായ ചിഹ്നങ്ങളെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുത്തുവാനും ശ്രമിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നുകയറുകയും അങ്ങനെ ഇസ്ലാമിക സമുദായത്തിന്റെ അകത്തളത്തിൽ കടന്നുകയറി മെല്ലെ മെല്ലെ സന്ദർഭോചിതമായി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ കൂടുകയും അള്ളാഹുവിന്റെ ഹബീബിനെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള വിശ്വാസി സമൂഹത്തിനിടയിൽ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് തെറ്റുദ്ധാരണകൾ പരത്തുവാനും അള്ളാഹുവിന്റെ ഹബീബിന്റെ വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുവാനും അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിത വിശുദ്ധിയെ കളങ്കപ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങൾ, അതുവഴി അള്ളാഹുവിന്റെ ഹബീബിന്റെ പിറകിൽ അണിനിരന്ന ജനവിഭാഗത്തെ ആ ഹബീബിന്റെ പിറകിൽ നിന്നവരെ പിളർത്തി മാറ്റി സ്വന്തം പിറകിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളുമായി മുസ്ലിം സമുദായത്തിലേക്ക് ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നു. ആ കടന്നു വന്ന ആളുകളെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മുനാഫിക്കീങ്ങൾ എന്ന പേരിലാണ്. മുസ്ലിങ്ങളായി മുഅ്മിനീങ്ങളായി അള്ളാഹുവിന്റെ യാഥാർത്ഥ്യ രൂപത്തിലുള്ള അടിമകളായി വിശ്വാസികളെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ നിരാകരിക്കുകയും അള്ളാഹുവിന്റെ തൗഹീദിനെ തള്ളിക്കളയുകയും ചെയ്ത ഒരു വിഭാഗത്തെ പരിശുദ്ധമായ ഖുർആൻ കാഫിറുകളായി അവതരിപ്പിക്കുകയും വിശേഷിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതിനിടയിൽ കാഫിറുകളായി പരസ്യമായി ഇസ്ലാമിന്റെ വൃത്താന്തങ്ങളിൽ നിന്ന് പുറത്തുനിന്ന സത്യനിഷേധികളെയും മറുഭാഗത്ത് സമ്പൂർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുകയും ചെയ്ത വിശ്വാസികളെയും പരിചയപ്പെടുത്തുന്നതിനിടയിൽ മൂന്നാമത്തെ ഒരു വിഭാഗത്തെ അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണവർ? മുനാഫിഖീങ്ങളാണ്. ആരാണ് മുനാഫിഖീങ്ങൾ? മനസ്സുകൊണ്ട് ഇസ്ലാമിനെ സ്വീകരിക്കുവാനോ അള്ളാഹുവിന്റെ ഹബീബിനെ അംഗീകരിക്കുവാനോ അള്ളാഹുവിന്റെ ദീനിനെ സ്വീകരിക്കുവാനോ സന്നദ്ധമല്ലാത്ത ജനവിഭാഗമാണ്. ആ ജനവിഭാഗം ഇസ്ലാമിലേക്ക് എന്തിനു വേണ്ടിയാണ് കടന്നു വന്നത്? സ്വാർത്ഥപരമായ താല്പര്യങ്ങളെയും ഭൗതികമായ തങ്ങളുടെ സ്വാധീനങ്ങളെയും തങ്ങളുടെ അനുയായികൾക്കിടയിൽ അവശേഷിക്കുന്ന ആദരവുകളും മഹത്വങ്ങളും നഷ്ടപ്പെടാതിരിക്കാനും കൂടെ അതുപോലെയുള്ള സമാനങ്ങളായ ഭൗതിക താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഇസ്ലാമിൽ ഭാഗ്യമായി കടന്നു വരികയും ആന്തരികമായി ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന മുനാഫിക്കീങ്ങൾ. ആ മുനാഫിക്കീങ്ങളെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സൂറത്തുൽ മുനാഫിഖിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മുനാഫിക്കീങ്ങൾ ആരാ? ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മുനാഫിക്കീങ്ങൾ ആരാണ്? അവർ ബാഹ്യമായി ഇസ്ലാമിന്റെ ടൈറ്റിൽ പേറുന്നവരാണ്. അവർക്ക് പ്രത്യേകമായ വേദഗ്രന്ഥങ്ങളില്ല, അവർക്ക് പ്രത്യേകമായ ആരാധനാലയങ്ങളില്ല, അവർക്ക് പ്രത്യേകമായ ഒരു ചിന്തയോ ചിന്താധാരയോ വേറെ അവകാശപ്പെടാനില്ല. അവർ കടന്നു വരുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിലാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്നിധാനത്തിനാണ് അവർ കടന്നു വരുന്നത്. അതേ പരിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പറയാൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് പറയാൻ, വായ കൊണ്ട് അത് ഉച്ചരിക്കുവാനും ആവർത്തിക്കുവാനും അവർക്ക് ഒരിക്കലും തന്നെ വൈമനസ്യമില്ല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നവരാണ്, അള്ളാന്റെ ഹബീബിന്റെ സന്നിധാനത്തിലെത്തുന്നവരാണ്. ഒരു വേള അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗ്യമായി ഇടപെടുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നവരാണ്. പക്ഷേ മാനസികമായി ആന്തരികമായി ആ വിശ്വാസത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നുവരാൻ അവർക്ക് വിശ്വാസപരമായി കഴിഞ്ഞിട്ടില്ല, അവർക്ക് കർമ്മപരമായി കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ
മുനാഫിഖീങ്ങൾ എന്ന് പറയുന്നത് കാഫിറുകളെ, അവിശ്വാസികളെ പ്രത്യേകമായ ആരാധനാലയങ്ങളിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും വിശ്വാസ പ്രമാണങ്ങളിലൂടെയും സമൂഹത്തിൽ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയുന്നതുപോലെ മുനാഫിഖീങ്ങളെ പ്രത്യേകമായി വേർതിരിച്ച് കാണാൻ കഴിയുന്നില്ല. മുനാഫിഖീങ്ങളെ പരിചയപ്പെടുത്തി പരിശുദ്ധമായ ഖുർആനിൽ അവതരിപ്പിക്കുന്നത് അവർ പ്രത്യേകമായ ഒരു വേദഗ്രന്ഥത്തിന്റെ ആളുകളായിട്ടല്ല. അവർ അവകാശപ്പെടുന്നത് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെയും ടൈറ്റിലുകളുടെയും അവകാശവാദങ്ങളുമായി ബാഹ്യമായി ഇസ്ലാമിക ചിന്തകൾ അവകാശപ്പെടുകയും ഇസ്ലാമിക പ്രമാണങ്ങളുടെ വാക്താക്കളാണെന്ന് അവകാശപ്പെടുകയും ചെയ്തുകൊണ്ടാണ് സഹോദരന്മാരെ ആ കപട വിശ്വാസികൾ ഇസ്ലാമിന്റെ അകത്തളങ്ങളിൽ കടന്നു വന്നിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. മുനാഫിഖീങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൽ പ്രത്യേകിച്ച് കുറവുകളൊന്നും ഉണ്ടാവുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നതിൽ അവർക്ക് പ്രത്യേകിച്ച് കുറവുകളൊന്നും ഉണ്ടാവുകയില്ല. പിന്നെയോ എന്നിട്ടും അല്ലാഹു തആല പറയുന്നത് ബാഹ്യമായി ഇസ്ലാം അവകാശപ്പെടുകയും ആന്തരികമായി ഇസ്ലാം സ്വീകരിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് കടന്നു വന്ന മുനാഫിഖീങ്ങളെ കുറിച്ച്, അവരുടെ തൗഹീദിനെ കുറിച്ച്, അവരുടെ ഇസ്ലാമികമായ അവകാശവാദങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അവർ കള്ളം പറയുന്നവരാണ്, ഹൃദയത്തിൽ അവർ വിശ്വാസമില്ലാത്തവരാണ്, മനസ്സുകൊണ്ടവർ ഇസ്ലാമിനെ സ്വീകരിക്കാത്തവരാണ്. എന്നിട്ട് സഹോദരന്മാരെ, മഹാന്മാരായ പണ്ഡിതന്മാരും അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മുനാഫിഖീങ്ങളുടെ ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ എന്താണ്? അന്നത്തെ മുനാഫിഖീങ്ങളുടെ നേതാവാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, ആ ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ ജീവിതത്തിൽ അയാളും അയാളുടെ അനുയായികളും സമൂഹത്തിൽ ചെയ്തു വെച്ചിരുന്നത് എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് ഉൾപ്പെടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചത് എന്തൊക്കെയുണ്ടോ, അല്ലാഹു തആല ആദരിച്ചത് എന്തൊക്കെയുണ്ടോ, ആ അല്ലാഹു തആല ആദരിച്ചതിനെ നിന്ദിക്കലാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ അപമാനിക്കലാണ് അവരുടെ ലക്ഷണം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലും സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിന്റെ ഹബീബിനെ അപകീർത്തിപ്പെടുത്തുവാനും അവമതിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ആ അവമതിപ്പിന്റെയും അവഹേളനത്തിന്റെയും ശൈലികളിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായികളെ ആ നേതാവിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുനാഫിഖീങ്ങൾ നിരന്തരമായി ശ്രമിച്ചു. അതിനുവേണ്ടി ആ മുനാഫിഖീങ്ങൾ ചെയ്തു വെച്ചിരുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഒന്ന് അള്ളാന്റെ ഹബീബിന്റെ വ്യക്തിത്വത്തെ താറടിക്കുക എന്നതാണ്. അള്ളാന്റെ ഹബീബിന്റെ അസാധാരണത്തെ നിരാകരിക്കലാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശാരീരികമായ പ്രത്യേകതകളെയും അള്ളാഹുവിന്റെ ഹബീബിന്റെ വ്യക്തിത്വപരമായ വിശുദ്ധിയെയും താറടിക്കലാണ്. അതുപോലെ അന്നത്തെ മുനാഫിഖീങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ആ ഹബീബ് ജീവിതത്തിൽ കള്ളം പറയാത്ത നേതാവാണ്. ആ ഹബീബ് ജീവിതത്തിൽ ഒരിക്കലും ജനങ്ങളെ വഞ്ചിക്കാത്ത നേതാവാണ്. ആ ഹബീബ് ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവിന്റെ നിർദ്ദേശത്തിന് വിധേയപ്പെട്ടുകൊണ്ടല്ലാതെ അവിടത്തെ പരിശുദ്ധമായ നാക്ക് ചലിച്ചിട്ടില്ല, അവിടത്തെ ചുണ്ടുകൾ ചലിച്ചിട്ടില്ല, അവിടത്തെ കർമ്മങ്ങളിൽ ഒന്നും തന്നെ അല്ലാഹുവിന്റെ നിർദ്ദേശമില്ലാത്തത് ഹബീബിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ
അല്ലാഹുവിന്റെ ഹബീബ് മഅ്സൂമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഞ്ചന ചെയ്യില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചതി ചെയ്യില്ല. അല്ലാഹുവിന്റെ ഹബീബ് അനീതി ചെയ്യില്ല. ഇത് സ്വഹാബത്ത് വിശ്വസിക്കുമ്പോൾ മുനാഫിക്കീങ്ങൾ അതിന് ഘടകവിരുദ്ധമായ വിശ്വാസം വെച്ചു പുലർത്തും. ആ വിശ്വാസം ഹുനൈൻ യുദ്ധത്തിന്റെ യുദ്ധക്കളത്തിൽ ഗനീമത്ത് സ്വത്ത് ഓഹരി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഓഹരിയെ സംശയത്തോടുകൂടെ വീക്ഷിക്കുകയും ആ സംശയം മറ്റുള്ളവരിൽ ജനിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും അല്ലാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ അനീതി ചെയ്യുന്നവനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത ദുൽ ഖുവൈസിറത്ത് എന്ന മുനാഫിക്കിന്റെ ശൈലി അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് മഅ്സൂമാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലെ എന്തൊക്കെ വിശ്വാസങ്ങൾ. ഇനിയോ സഹോദരന്മാരെ, ആ മുനാഫിക്കീങ്ങളുടെ മറ്റൊരു ലക്ഷണമുണ്ട്. ആ ലക്ഷണമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയുള്ള അവിടുത്തെ സ്വഹാബികൾ, ആ സ്വഹാബികളെ നിന്ദിക്കലും നിസ്സാരപ്പെടുത്തലുമാണ്. ആ സ്വഹാബികൾക്കെതിരെ പ്രവർത്തിക്കലാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് കപട വിശ്വാസികളിൽ നിന്നുണ്ടാകുന്ന ഇതുപോലെയുള്ള ഇടപെടലുകൾ വരുമ്പോൾ അല്ലാഹു തആല വഹി ഇറക്കുകയാണ്. ആ വഹിയിലൂടെ കപട വിശ്വാസികളുടെ പാപ്പരത്തങ്ങൾ പരിശുദ്ധ ഖുർആൻ തുറന്നു കാട്ടുന്നു. മുനാഫിക്കീങ്ങൾ അവിടുത്തെ സ്വഹാബികളെ ഒറ്റപ്പെടുത്താനും ആ സ്വഹാബികൾക്കെതിരെ ആരും ഒന്നും ചെലവഴിക്കാൻ പാടില്ല, ആ സ്വഹാബികളെ സഹായിക്കാൻ പാടില്ല. ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും അവർ നടത്തുകയാണ്. അവർ പരസ്യമായി തന്നെ പ്രചരിപ്പിക്കുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? ലാ തുൻഫിഖൂ അലാ മൻ ഇൻദി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയുള്ള സ്വഹാബികളെ നിങ്ങൾ സഹായിച്ചു പോകരുത്, അവരെ നിങ്ങൾ സ്നേഹിച്ചു പോകരുത്, അവരെ നിങ്ങൾ ആദരിച്ചു പോകരുത്, അവരെ നിങ്ങൾ അംഗീകരിച്ചു പോകരുത് എന്നോ പരിശുദ്ധമായ ഖുർആൻ ആ വിഷയം എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ സന്ദർഭം കിട്ടുമ്പോൾ, സാഹചര്യം അനുകൂലമാകുമ്പോൾ എവിടെയൊക്കെ അല്ലാഹുവിന്റെ ഹബീബിനെ നിസ്സാരപ്പെടുത്താനും അവിടത്തെ സ്വഹാബികളെ നിന്ദിക്കുവാനും സാധിക്കുമോ ആ അവസരങ്ങളെ മുഴുവനും ഉപയോഗപ്പെടുത്തലാണ്, ആ സന്ദർഭങ്ങളെ മുഴുവനും ഉപയോഗപ്പെടുത്തലാണ് അവരുടെ പരിപാടി. ആത്യന്തികമായി അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? തങ്ങളെ പിറകിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ അനുയായികളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ കൂടിയിട്ടുള്ള ജനതയെ, ആ ജനതയിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തി മാറ്റിക്കൊണ്ടു തങ്ങളുടെ താൽപര്യങ്ങളെയും ചിന്തകളെയും നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ ഉള്ളിൽ കയറി പ്രവർത്തിച്ച കക്ഷികളാണ് മുനാഫിഖീങ്ങളോ. അവരെ പരിശുദ്ധമായ ഖുർആൻ വേറെ തന്നെ പരിചയപ്പെടുത്തുന്നു. ആ മുനാഫിഖീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുനാഫിഖ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അവർ അവിശ്വാസികളെ പോലെ വേറിട്ട ഒരു വിഭാഗമല്ല. നമ്മൾ മനസ്സിലാക്കണം, ഖുർആനിൽ പറഞ്ഞ ഒരു വിഭാഗമാണ് മുനാഫിഖ്. ആ മുനാഫിഖ് ആരാന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയണ്ടേ? വഹാബിയാള് ജിന്നിനെ പിടിച്ച മാതിരി ആകാൻ പാടില്ലല്ലോ. മുസ്ലിങ്ങൾ ഖുർആൻ മനസ്സിലാക്കുന്ന മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ലോകത്തുണ്ട്. ആ മുനാഫിഖീങ്ങൾ ആരാ? അവർക്ക് പ്രത്യേകിച്ചൊരു പ്രമാണം ഉണ്ടാകുമോ? അവർക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ആരാധനാലയം ഉണ്ടാകുമോ? ഇല്ല. മുസ്ലിമിന്റെ പള്ളിക്കുള്ള മിനാരം മുനാഫിക്കിന്റെ പള്ളിക്കും ഉണ്ടാവും. മുസ്ലിമിന്റെ കയ്യിലുള്ള ഖുർആൻ മുനാഫിക്കിന്റെ കയ്യിലുമുണ്ടാകും. മുസ്ലിമിന്റെ ചുണ്ടിലുള്ള തൗഹീദ് മുനാഫിക്കിന്റെ ചുണ്ടിലുണ്ടാകും. പക്ഷേ മുസ്ലിമിന്റെ ചുണ്ടിലും ഹൃദയത്തിലും തൗഹീദ് ഉണ്ടാകുമ്പോൾ മുനാഫിക്കിന്റെ ചുണ്ടിലെ തൗഹീദ് ഉണ്ടാവുകയുള്ളൂ, ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ ലോകത്ത് കേൾക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഴുവനും അത്രയൊന്നും തള്ളിക്കളയേണ്ടതല്ല. ലോകത്ത് ഖുർആൻ ഓതി പറയുന്നതൊക്കെ ദീൻ തന്നെയാണ്. അതുകൊണ്ട് അവരോട് പ്രത്യേകിച്ചൊരു മസിൽ പിടുത്തത്തിനും വിദ്വേഷത്തിനൊന്നും പോകണ്ട എന്ന ഒരു ധാരണ അത് തെറ്റിദ്ധാരണയാണ്.
വെളുപ്പ് കാണുന്നതൊക്കെ പാലാന്ന് കരുതി പോകരുത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുനാഫിഖീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ബാഹ്യമായി പ്രത്യക്ഷപ്പെടാതെ ഹൃദയത്തിൽ കാപട്യം സൂക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയും സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി സ്വഹാബികൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കലും ഹബീബിനെതിരെയുള്ള ചിന്തകളും ഹബീബിനെ നിസ്സാരപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തുവെങ്കിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അല്ലാഹുവിന്റെയും ഹബീബിന്റെയും ഇടപെടലുകൾ ആ മുനാഫിക്കീങ്ങളെ ബാഹ്യമായ ശ്രമങ്ങളിൽ നിന്ന്, മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് മുനാഫിക്കീങ്ങളെ തടയിടുവാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് കഴിയും. എന്നാൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോ ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ആ മുനാഫിക്കീങ്ങൾ തലപൊക്കുകയാണ്. ആ മുനാഫിക്കീങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് തലപൊക്കി. എങ്ങനെയാ തലപൊക്കിയത്? അപ്പോഴും അവർ ഖുർആൻ കൈയൊഴിഞ്ഞതായി പറഞ്ഞിട്ടില്ല, അപ്പോഴും അവർ തൗഹീദ് വലിച്ചെറിഞ്ഞിട്ടില്ല. അവർ വിശുദ്ധമായ ഇസ്ലാമിനെ തന്നെ ബടക്കാക്കി അരിക്കാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയാണെങ്കിൽ അതങ്ങനെ കാണാമായിരുന്നു. പക്ഷേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ആ മുനാഫിക്കീങ്ങൾ രംഗപ്രവേശനം ചെയ്തത് എങ്ങനെയാണ്? ഖുർആൻ അവകാശപ്പെട്ടുകൊണ്ടു തന്നെയാണ്. മുസ്ലിം സമുദായത്തിൽ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട്, ഹദീസുകൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് സമുദായത്തെ തകർക്കാൻ ശ്രമം നടത്തുകയായിരുന്നു ആ മുനാഫിക്കീങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ആ മുനാഫിക്കീങ്ങൾ രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവർ പരസ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈയൊഴിഞ്ഞില്ല, അവർ പരസ്യമായി ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചതായി പ്രഖ്യാപിച്ചില്ല, അവർ പരസ്യമായി ഖുർആൻ വലിച്ചെറിഞ്ഞതായി വിളിച്ചു പറഞ്ഞില്ല. മറിച്ച് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഖുർആൻ തന്നെ ഉപയോഗപ്പെടുത്തണമെന്നവർ ചിന്തിച്ചു. എങ്ങനെയാണ് അവർ ഖുർആൻ ഉപയോഗപ്പെടുത്തിയത്? അതേ ഖുർആൻ സ്വീകരിക്കാൻ ഒരു വഴിയുണ്ടോ? ഈ ഖുർആൻ കണ്ടെത്താൻ ഒരു മാർഗമുണ്ട്. തറക്തു ഫീകും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് പരിശുദ്ധമായ ഖുർആനും ഹദീസും കൈമാറുന്നത് എവിടെയാണെന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ്. തറക്തു ഫീകും അംറൈനി, സ്വഹാബികളെ നിങ്ങളുടെ കർമ്മപദത്തിലേക്ക് ഞാൻ ഖുർആൻ തരികയാണ്, ഞാൻ നിങ്ങളുടെ പ്രവർത്തന പദത്തിലേക്ക് ഹദീസ് തരികയാണ്. ആ സ്വഹാബികളിലൂടെ കിട്ടുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ സ്വഹാബികളിലൂടെ കിട്ടുന്ന ഹദീസ് ഉണ്ടല്ലോ, ആ ഖുർആനും ഹദീസും അവരിലൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അവരിലൂടെ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സമുദായത്തിൽ കലഹങ്ങൾ ഉണ്ടാവുകയില്ല, പിന്നെ സമുദായത്തിൽ ശൈഥില്യങ്ങൾ ഉണ്ടാവുകയില്ല. ഖുർആനും ഹദീസും ഭാഷാ നിഘണ്ടുകളിൽ നിന്നും ഡിക്ഷണറികളിൽ നിന്നും അർത്ഥം പരതി അങ്ങനെ കണ്ടെത്തരുത്. പിന്നെയോ ഖുർആനും സുന്നത്തും സ്വഹാബികൾ വ്യാഖ്യാനിച്ചതുപോലെ, സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ, സ്വഹാബികൾ അംഗീകരിച്ചതുപോലെ, സ്വഹാബികൾ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നതുപോലെ ഖുർആൻ സ്വീകരിക്കലാണ് യഥാർത്ഥ ഖുർആൻ കിട്ടാനുള്ള മാർഗം. മുനാഫിക്കീങ്ങൾ എന്ത് ചെയ്തു? ആ സ്വഹാബികളുടെ ഐക്യകണ്ഠേനയുള്ള നയനിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് മുനാഫിക്കീങ്ങൾ ഫസ്സറൂഹു ബിഗൈരി തഅ്വീലി സ്വഹാബ, ഖുർആനികമായ
ആയത്തുകൾക്ക് സ്വഹാബത്ത് നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പരിശുദ്ധമായ ഖുർആനിക വചനങ്ങൾക്ക് സ്വഹാബത്ത് നൽകിയ വിശദീകരണങ്ങളുണ്ട്. ആ വിശദീകരണങ്ങൾ മാറ്റിവെച്ചിട്ട് അവരുടെ ഇടൻ അജണ്ടകൾക്കും പദ്ധതികൾക്കും താൽപര്യങ്ങൾക്കും വിധേയപ്പെടുത്തിക്കൊണ്ടോ ആയത്തുകൾ വിശദീകരിക്കുകയാണ്. കണ്ടങ്ങള് മുനാഫിക്കീങ്ങള് ആയത്ത് വെച്ചിട്ടാ കളിക്കുക, ഹദീസ് വെച്ചിട്ടാ കളിക്കുക. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, എല്ലാരും ആയത്ത് ഹദീസ് ഓതി പറയുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ആളുകളെടുത്തൊരു കച്ചറക്കും പ്രശ്നത്തിനൊന്നും പോണ്ട എന്ന് ചിന്തിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളെ, എങ്കിൽ പിന്നെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ മുനാഫിക്ക് എവിടെ? ഖുർആൻ പറഞ്ഞ മുനാഫിക്ക് നമ്മളെ പള്ളിന്റെ ഉള്ളിലുണ്ടാവും, നമ്മളെ തറവാട്ടിലുണ്ടാവും, അയൽപക്കത്തുണ്ടാവും. ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഐഡന്റിറ്റി കാർഡിൽ ജാതി ഫില്ല് ചെയ്യുമ്പോ മുസ്ലിം എന്നാണ് പൂരിപ്പിക്കുക. മുനാഫിക്ക് എന്നൊരു കോളം ആ ജാതി സർട്ടിഫിക്കറ്റിലൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി എല്ലാം ഇസ്ലാമാണെന്ന് മനസ്സിലാക്കാൻ നിർവാഹമല്ല. അവിടെയാണ് നമ്മൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്ത് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് വായിച്ചെടുത്ത ഖുർആനിക വചനങ്ങളുടെ അകപ്പൊരുളുകളുണ്ടല്ലോ, ആ അകപ്പൊരുളുകൾ തള്ളിക്കളഞ്ഞിട്ട് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി സമുദായത്തെ ഭിന്നിപ്പിക്കാൻ, അങ്ങനെ ഈ ഉമ്മത്തിനെ തകർക്കാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് സഹോദരന്മാരെ മുനാഫിക്കീങ്ങൾ രംഗപ്രവേശനം ചെയ്യുകയാണ്. അന്നവർ ദുർവ്യാഖ്യാനിച്ച ആയത്തേതാണ്? ഖുദ് മിൻ അംവാലിഹിം സദഖാ. പരിശുദ്ധമായ ഖുർആനിൽ സക്കാത്ത് വാങ്ങാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു ആയത്തുണ്ട്, ഖുദ് മിൻ അംവാലിഹിം സദഖ. ഈ ആയത്തിൽ ഭാഷാപരമായ ഗ്രാമറുകൾ വെച്ചുകൊണ്ട് ഒരാൾ അർത്ഥം വെക്കാൻ തീരുമാനിച്ചാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള കൽപ്പനയാണ്, ഹബീബിന് മാത്രമേ സക്കാത്ത് വാങ്ങാൻ അവകാശവാദമുള്ളൂ എന്ന് അറബി ഗ്രാമറിന്റെ ചില ഭാഗങ്ങൾ വെച്ചുകൊണ്ട് ഒരാൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ വ്യാഖ്യാനം മുസ്ലിം ലോകത്തിന് സ്വീകാര്യമല്ല. സ്വഹാബത്ത് ആ ആയത്തിനെ എങ്ങനെ ഹബീബിൽ നിന്ന് മനസ്സിലാക്കിയോ ആ മനസ്സിലാക്കിയതനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പൊതുഖജനാവിലേക്ക് വിശ്വാസികളിൽ നിന്ന് വാങ്ങിയിരുന്ന സക്കാത്തുണ്ടല്ലോ, ആ സക്കാത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വീകരിക്കുമ്പോൾ മുനാഫിക്കീങ്ങൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് പറയുന്നത് എന്താണ്? ഞങ്ങൾ ഇനി സക്കാത്ത് തരില്ല, ഞങ്ങൾ ഇനി സക്കാത്ത് തരില്ല. എന്താണ് അവർക്കതിനുള്ള തെളിവ്? ആയത്ത് തന്നെയാണ്, ആയത്ത് തന്നെയാണ് തെളിവ്. ഖുദ് മിൻ അംവാലിഹിം സദഖ. അല്ലാഹു തആല സക്കാത്ത് വാങ്ങാൻ പറഞ്ഞത് സിദ്ദീഖ് തങ്ങളോടല്ല, അല്ലാഹു തആല സക്കാത്ത് വാങ്ങാൻ പറഞ്ഞത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി പോയി, ഇനി ഞങ്ങൾ സക്കാത്ത് തരില്ല, ഇനി ഞങ്ങൾ സക്കാത്ത് തരില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിക ആയത്ത് സ്വഹാബത്ത് വ്യാഖ്യാനിച്ചതിനു ഘടകവിരുദ്ധമായി വ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ആഭ്യന്തരമായ കലഹം തീർക്കാൻ കടന്നു വന്ന കപടവിശ്വാസികൾ അല്ലാഹുവിന്റെ ഖുർആനികമായ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഘട്ടം, ഒരു ഭാഗത്ത് ഹബീബിന്റെ വഫാത്തോടുകൂടെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ള അവിശ്വാസികളായ രാഷ്ട്രങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തകർക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ മറുഭാഗത്ത് കള്ളപ്രവാചകന്മാരുടെ കടന്നുകയറ്റം മുസ്ലിം സമുദായത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ പരസ്യമായി ഇസ്ലാമിന്റെ പുറത്തു പോകുന്ന കാലഘട്ടം വന്നപ്പോൾ ഒരുപാട് പ്രതിസന്ധികളെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത ഘട്ടത്തിൽ പ്രതിരോധിക്കേണ്ടി വന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രവർത്തനത്തിന്റെ അജണ്ടയെ പരമപ്രധാനമായി തിരിച്ചുവിട്ടത് എവിടേക്കാണ്?
ഒരു ഇസ്ലാമിക ഭരണകൂടം അനുഭവിക്കുന്ന 100 കൂട്ടം പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കണ്ടതെന്താണ്? അല്ലാഹുവിന്റെ ഖുർആനായത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ആളുകളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഖുർആനിന്റെ ആളുകളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വന്നു മുസ്ലിം സമുദായത്തിന്റെ അകത്തളങ്ങളിൽ ആഭ്യന്തരമായ സംഘർഷത്തിന് ശ്രമിക്കുന്ന ഈ കപടന്മാരുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല ഉറപ്പിച്ചു പറഞ്ഞു, വല്ലാഹി ലൗ മനഊനി ഖാലാ കാനൂ യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ഒട്ടകത്തെ സക്കാത്ത് കൊടുക്കുമ്പോ ഒട്ടകത്തിന്റെ കൂടെ കയറുകൂടി കൊടുത്തിരുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി പോയി എന്ന ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ കയറ് തരില്ല ഒട്ടകേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും അത് ഇസ്ലാമിക വിശ്വാസത്തിൽ മനുഷ്യനിർമ്മിതമായ കൈകടത്തലുകൾക്ക് അവസരം കൊടുക്കലാണ് എന്ന ഗൗരവപൂർണമായ തിന്മയെ കണ്ടുകൊണ്ട് ആനായി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്, ലഖാതൽതും അലാ മൻഇഹാ. അവരോടാണ് എന്റെ യുദ്ധം. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ സൈന്യത്തെ അവരുടെ സമരമുഖത്തെ ആദ്യമായി തിരിച്ചുവിടുന്നത് എവിടേക്കാണ്? ഇസ്ലാമിന്റെ അകത്തളത്തിൽ ഖുർആനിക ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കടന്നു വരുന്ന കക്ഷികൾ. സഹോദരങ്ങളെ, അതിന്റെ ഉദാഹരണങ്ങൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ പരിച്ചു നോക്കിയാൽ എന്തിനാണ് കേരളത്തിലെ മുസ്ലിം സമുദായോ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ കുറിച്ച് കലഹിക്കുന്നത്? എന്തിനാ? ഇസ്ലാമിന്റെ കർമ്മങ്ങൾ എങ്ങനെയാകണമെന്ന കാര്യത്തിൽ അവർ തർക്കിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഈ പ്രമാണം തന്നതാരാണ്? നമുക്ക് ഈ ഹദീസുകൾ തന്നതാരാണ്? അതെ, നമുക്ക് ഈ ആയത്തും ഹദീസും തന്നത് മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവും അനുചരന്മാരുമാകുന്ന സ്വഹാബയാണ്. ആ സ്വഹാബത്ത് ഈ രാജ്യത്തേക്ക് ഖുർആൻ കൊണ്ടുവന്നു. ഈ രാജ്യത്തേക്ക് അവർ ഹദീസ് കൊണ്ടുവന്നു. ആ ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള ഇസ്ലാമിക പാഠഭാഗങ്ങളെ പ്രാവർത്തികമായി പഠിപ്പിച്ചു തരാൻ ആ സ്വഹാബത്തിന്റെ നേതൃത്വത്തിൽ തന്നെ 10ഓളം പള്ളികൾ നിർമ്മിച്ചു. ആ പള്ളികളുടെ മിമ്പറയിൽ നിന്ന് മിഹ്റാബിൽ നിന്നോ ഇസ്ലാമിക പ്രമാണങ്ങളുടെ കർമ്മവിധികൾ കേരളത്തിലാകമാനം പരന്നൊഴുകിയപ്പോൾ ആ പള്ളി മിമ്പറയിലെയും മിഹ്റാബിലെയും ആചാരാനുഷ്ഠാനങ്ങൾ കേരളത്തിന്റെ മുഴുവൻ മുസ്ലിം ഗ്രാമങ്ങളിലേക്കും മുസ്ലിം സമുദായം പറിച്ചു നട്ടു. ആ മുസ്ലിം സമുദായം എങ്ങനെ മനസ്സിലാക്കി? അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത ഖുതുബ അറബിയിലാണ്. ഈ സ്വഹാബത്ത് പോയത്തക്കാരായതുകൊണ്ട് ഖുതുബ അറബിയിൽ ഇവിടെ ഓതിയതല്ല. ആ സ്വഹാബത്ത് ജീവിച്ചിരുന്ന മദീനത്ത് സക്കാത്ത് കൊടുത്തിരുന്നത് അവിടെയുള്ള മുഖ്യാഹാരമായിരുന്നുവെന്നും എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സക്കാത്ത് കൊടുക്കേണ്ടത് ഇവിടത്തെ മുഖ്യാഹാരമാണെന്നുമുള്ള ഇസ്ലാമിക പാഠം വേർതിരിച്ച് പഠിപ്പിച്ചു തന്ന സ്വഹാബത്ത് മദീനയിലെ മാതൃഭാഷ അറബിയായതുകൊണ്ടാണ് അവിടെ അറബിയിൽ ഖുതുബയെന്നും ഇവിടെ മലയാളത്തിലാണ് ഓതേണ്ടതെന്നും പഠിപ്പിച്ചു തന്നില്ല. കേരളത്തിലെന്നു മാത്രമല്ല മുസ്ലിമേ, ലോകത്ത് ഒരുപാട് തെരുവുകളിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി സ്വഹാബത്ത് കടന്നുപോയില്ലയോ? ആ സ്വഹാബത്ത് ലോകത്ത് ആകമാനം പ്രബോധനത്തിന് വേണ്ടി കടന്നുപോയി. അവിടങ്ങളിലെല്ലാം ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അവർ പള്ളി നിർമ്മിച്ചു. ആ പള്ളികളിൽ നിന്ന് ഇസ്ലാമിക പാഠഭാഗങ്ങൾ അവർ പഠിപ്പിച്ചു കൊടുത്തു. അവിടെയൊന്നും പ്രാദേശികമായ ഭാഷയിൽ ഒരു ഖുതുബ പ്രാദേശികമായ ഭാഷയിലാണ് ഓതേണ്ടത് എന്ന പാഠഭാഗങ്ങളില്ല. അങ്ങനെ ഒന്നില്ല. സ്വഹാബത്തിന്റെ പാഠഭാഗങ്ങളിൽ അതില്ലാത്തത് കൊണ്ട് പണ്ഡിതന്മാരെ കിതാബിലും അതുണ്ടാവില്ല. വഹാബികൾ എങ്ങനെയാണ് പിന്നെ കിതാബുകൾ ഒപ്പിക്കുന്നത് എന്ന് പിന്നീട് ഞാൻ കാണിച്ചു തരാം. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ.
മഹാന്മാരായ സ്വഹാബത്ത് ലോകത്തെവിടെ പോയിട്ടും ആ സ്വഹാബികളിൽ നിന്ന് ഇസ്ലാം പഠിച്ച പിന്തലമുറ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോക മുസ്ലിങ്ങൾക്ക് മാതൃകാ യോഗ്യരായ സമുദായമായി ചൂണ്ടിക്കാണിച്ചു തന്ന ഹിജ്റ 1-ാം നൂറ്റാണ്ടുകാര്, ഹിജ്റ 2-ാം നൂറ്റാണ്ടുകാര്, ഹിജ്റ 3-ാം നൂറ്റാണ്ടിലെ മുസ്ലിം ലോകത്ത് എവിടെയെങ്കിലും അനറബി ഭാഷയിൽ, പ്രാദേശിക ഭാഷയിൽ ഒരു ഖുതുബ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ? പിന്നെ സഹോദരന്മാരെ, ഇത് എന്ന് തുടങ്ങിയതാ? ഇതെന്ന് തുടങ്ങിയതാ? സ്വഹാബത്ത് ഖുതുബ പ്രസംഗല്ലേ, പ്രസംഗം തിരിയേണ്ടിയതല്ലേ, തിരിയാൻ കസാല ബാർബർ ഷാപ്പിലല്ലേ എന്ന വ്യാഖ്യാനം ചെയ്തില്ല. ഇതു തന്നെയാണ് ഖുദ് മിൻ അംവാലിഹിം സ്വദഖ എന്ന ആയത്തിന് അന്നത്തെ കപട വിശ്വാസികൾ ദുർവ്യാഖ്യാനം ചെയ്തു. അവർക്ക് ആവശ്യം ഇസ്ലാമിക ഉമ്മത്തിന്റെ അകത്തളങ്ങളിൽ ഫിർഖത്ത് കൊണ്ടുവരല, വിഭാഗീയത കൊണ്ടുവരല. അതിനുവേണ്ടി അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്ത് പഠിപ്പിക്കാത്തത് ഹിജ്റ 1, 2, 3 നൂറ്റാണ്ടിലെ മുസ്ലിം ലോകത്തിന്റെ മാതൃകാ യോഗ്യരായി ആരും നമുക്ക് ചെയ്തു കാണിച്ചു തരാത്തത് ലോകത്താദ്യമായി ചെയ്തതാരാണ്? റഷീദുർ റിള പറയുന്നത്, ലോകത്താദ്യമായി പ്രാദേശിക ഭാഷയിലേക്ക് ഇസ്ലാമിന്റെ ആരാധനയെ മാറ്റിത്തിരുത്തിയ ദുശക്തികളാരാണ്? അത് ഇസ്ലാമിക വിരുദ്ധ സാമ്രാജ്യത്വ ശക്തികൾക്ക് തുർക്കി ഖിലാഫത്തിനെ തകർത്തുകൊണ്ട് കയ്യിൽ കൊടുക്കാൻ സാമ്രാജ്യത്വ മച്ചുനനായി പ്രവർത്തിച്ച ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ശത്രുവുണ്ടോ? തുർക്കിയിലെ ദേശീയവാദിയായ മുസ്തഫ കമാൽ പാഷയാണ്. ആ മുസ്തഫ കമാൽ പാഷ മൂപ്പര് ആയത്തും ഹദീസൊന്നും നോക്കിയിട്ടല്ല, അധികാരത്തിന്റെ ഗർവിലാണ് അത് ചെയ്തത്. അയാൾക്ക് മുസ്ലിം സമുദായത്തിൽ അത് അടിച്ചേൽപ്പിക്കാൻ അധികാരത്തിന്റെ ദണ്ടുണ്ടായി. മുനാഫിക്കീങ്ങളെ കയ്യിൽ അതില്ല. മുനാഫിക്കീങ്ങൾക്ക് മുസ്ലിം സമുദായത്തെ ഒസുവാസാക്കാൻ ആയത്ത് ദുർവ്യാഖ്യാനിക്കാൻ കേരളത്തിലെ വഹാബികളുടെ കയ്യിലും അതില്ല. അതുകൊണ്ട് അവർക്കും വേണം അന്നത്തെ മുനാഫിക്കീങ്ങൾ ചെയ്ത ദുർവ്യാഖ്യാനത്തിന്റെ പ്രവണതകൾ. സഹോദരന്മാരെ, ഇത് ചരിത്രമാണ്. ലോകത്ത് ഈ ഖുതുബയുമായി ബന്ധപ്പെട്ട ചരിത്രം പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥിക്ക് അനായാസമായി മനസ്സിലാക്കാവുന്ന വസ്തുതയാണ്. കേരളത്തിൽ ഖുതുബ പ്രാദേശികവൽക്കരിക്കണമെന്ന് അവകാശപ്പെട്ട് കടന്നുവന്ന KM മൗലവി ഖുതുബ മലയാളത്തിലാക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമുണ്ട്. ആ KM മൗലവിയുടെ പുസ്തകത്തിൽ അയാൾ പറയുന്നത് എന്താണ്? ഖുതുബ മലയാളത്തിലാക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും, ഖുതുബ മലയാളത്തിലാക്കണമെന്ന് നമ്മൾ അവകാശപ്പെട്ടാലും, ഈ ഒരു പരിപാടി പ്രാദേശികമായ ഭാഷയിലേക്ക് ഖുതുബയെ പാകപ്പെടുത്തുന്ന പരിപാടി കേരളത്തിലെന്നു മാത്രമല്ല, ലോകത്ത് 1, 2, 3 നൂറ്റാണ്ടിലെ മുസ്ലിം ലോകത്ത് ഇങ്ങനെ ഒരു കരിഞ്ചന്ത കാണാൻ കഴിയുന്നില്ല. KM മൗലവി പച്ചയായി